ഇവിടെ അടുത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ബട്ടനും അമർത്തി മണി കേൾക്കാൻ കാത്തിരുന്ന്. ഇവിടെ കൂട്ടമണി കേട്ട് കഴിഞ്ഞാൽ ഗ്രീൻ സിഗ്നൽ ഓണാവും നടക്കാൻ വേണ്ടി. ഓക്കെ, ഓണായി. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഒരുപാട് ദൂരമില്ലെന്നാണ് പറഞ്ഞത്, അടുത്താണ്, അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ടി വരത്തില്ല എന്നാണ് വിശ്വാസം ആൾ പറഞ്ഞത്. ഇവിടെ നമ്മുടെ മലയാളികൾ മാത്രം വലുതായിട്ട് സംസാരിച്ചു തരത്തില്ല, സംസാരിക്കാൻ നിന്നും തരത്തില്ല. അവർ ചോദിച്ചാൽ തന്നെ പറയും വേറെ ഏതെങ്കിലും നാട്ടുകാരാണെന്ന്. ഇതിപ്പോൾ ഞാനൊരു ശ്രീലങ്കക്കാരനെ കണ്ട് ആൾ പറഞ്ഞു തന്ന വഴിയാണ് ചേട്ടാ. ശ്രീലങ്കൻ തമിഴനാണ്, നല്ലൊരു മനുഷ്യൻ. ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടം കണ്ട് എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന എനിക്ക് തോന്നി. ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങോട്ട് കയറാമെന്ന് വെച്ചപ്പോൾ ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല. ചൈനക്കാരെന്തൊക്കെയോ പറയുന്നു. അത് കേട്ടൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അതേപോലെ തിരിച്ച് റിട്ടേണിങ് വന്നു. അടുത്ത സിഗ്നലിൽ പോയി നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ സിഗ്നൽ ഓപ്പൺ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിഗ്നൽ ഓപ്പണായി. ഇനി അങ്ങോട്ടേക്ക് നടക്കാം. ഇനി ഒരുപാട് ദൂരം കാണത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നല്ല സന്തോഷത്തിൽ നടക്കുവാണ്. എന്തായാലും പോയി നോക്കാം. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. ഓക്കെ, സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫുട്പാത്തിൽ ഇവിടെ വളരെ വിലക്കുറവാണ് സാധനങ്ങൾ വാങ്ങാൻ. ഇവിടെയൊക്കെ വില കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലാത്തവർക്ക് വാങ്ങണമെന്നുമില്ല. സ്ഥലം കാണാൻ വന്നവർക്ക് സ്ഥലം കാണാനായിട്ട് ഇറങ്ങാം. അപ്പം നടക്കുന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല ഈ തണുപ്പ് സമയത്ത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതുപോലെ പൈസ ഉള്ളവർ കാറിൽ കയറി പോവും, പൈസ ഇല്ലാതെ നമ്മളതുപോലെയുള്ളവർ മുമ്പെത്തിയിട്ട് റോട്ടിൽ കൂടെ നടക്കും. പിന്നെ കാറിൽ AC പോകേണ്ട ഒരാവശ്യമില്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്, നടക്കുന്നത് അറിയത്തത് പോലുമില്ല. ഫുഡ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുഡ് ഇരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഫുഡൊന്നുമില്ല കേട്ടോ. ചിലതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇതിൽ കുറച്ചൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ പോയപ്പം കഴിച്ചിട്ടുണ്ട്. മൈൻഡ് പോലും ചെയ്യുന്നില്ല. അടുത്തടുത്തോട്ട് പോകാം. ഇവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കും കട കണ്ടിട്ട്. നോക്കാം. അകത്തോട്ടൊന്നും കയറിയില്ല. ഇടത്തോട്ട് പോകണം. ഇടത്തോട്ട് തന്നെ പോകാം. എത്തി കേട്ടാ, സ്ഥലം എത്തി. നമ്മുടെ ഇവിടെയാണെന്ന് തോന്നുന്നു. നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നു. കണ്ടിട്ട് ഉത്സവപ്പുറം പോലെ ഉണ്ട്. ഇവിടെ തന്നെ ആയിരിക്കും. എന്തായാലും മുന്നോട്ട് ഇതായിരിക്കും ക്രിസ്മസ് ഓപ്പനാ. പിന്നെ ഒറ്റയ്ക്കാണ് നടക്കുന്നതെങ്കിലും കൂടിന് ഇഷ്ടം പോലെ ആൾക്കാർ കൂടെ ഉണ്ട്. കണ്ടോ, ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും. ഫോണ് ഇവിടെ എല്ലാവർക്കും ഉള്ള കുഴപ്പമാണ്. ഇപ്പോൾ എന്നെ ഇടിച്ചിട്ടെന്നെ അവൾ. ഫോൺ നോക്കി കിടക്കത്തുള്ളൂ കേട്ടോ ഇവിടെ ഉള്ളവർ. എങ്ങനെ നടന്നു പോകണമെന്ന് എനിക്കറിയാൻ വയ്യ. വവ്വാലിൻ്റെ ജന്മങ്ങളാണോ എന്തോ. ഓക്കെ, എത്തിയേട്ടാ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല ഒന്നും. വഴി തെറ്റി എനിക്ക്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഇത് കണ്ടു കേട്ടോ. ഈ പറയുന്ന സാധനങ്ങൾ അപ്പോഴും സ്പോട്ടിൽ അവർ ഫ്രൈ ചെയ്ത് തരുമെന്നാണ് അവിടെ പറയുന്നത്. കിടപ്പുണ്ട്. അതെ, ബിയറും ഫുഡും. ഇവിടെ റോട്ടിലിരുന്ന് കുടിക്കാം, ഒരു പ്രശ്നമില്ല. അടിയില്ല, വഴക്കുമില്ല, വാളുവെപ്പുമില്ല. ആ ബിയറുകളൊക്കെ പറക്കി വയ്ക്കുന്നു. തിരക്കായി തുടങ്ങി. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. എന്തായാലും ഇതും കൂടെ കാണാനാ. എന്താണ്, കൊഞ്ചാണോ ഞണ്ടാണോ ഒരു പിടുത്തമില്ല. മീനുകളുമുണ്ട്. പറയുന്ന മീൻ സ്പോട്ടിലെടുത്ത് കറി വെച്ച് തരും. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ബിയറും ഉണ്ട് ഇവിടെ. സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു. ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, ഇടത്തോട്ട് പോകണം, ഇടത്തോട്ട് പോകണം. എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനായല്ലേ. ഇടത്തോട്ട് പോകണം, നോക്കാം.
ഇങ്ങോട്ടല്ല ഫുഡുകളാണ്. നോക്കി നോക്കി പോവാം. മുകളിലെല്ലാം നല്ല കളർഫുൾ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ഇത്രയേ പൊങ്ങത്തോളൂ കൈ, അതിനു വേണ്ടിയുള്ള പൊക്കമുള്ളൂ എനിക്ക്. ഓക്കെ, മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ കണ്ടിട്ട് ഇവിടെ നിന്നൊന്നും വാങ്ങുമെന്ന് തോന്നുന്നില്ലെന്ന് തോന്നാക്ക്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മൈൻഡ് ചെയ്തേയില്ല. ആ, ഇതിപ്പോൾ ഇനി എങ്ങോട്ട് പോകണം? ഇത് പോവാൻ വഴിയില്ലേ. ഉത്സവപ്പറമ്പിൽ പോലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ആ, ഇവിടെ ഇതെന്തോ ഉണ്ടാക്കുന്നുണ്ട്. കക്കയിറച്ചിയാണോ? ഇത്രയും വലിയ കക്കയൊക്കെ ഉണ്ടോ? എന്താണെന്ന് ചോദിച്ചൊന്നുമില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവനും മനസ്സിലാവില്ല, അവൻ പറയുന്നത് എനിക്കും മനസ്സിലാവില്ല. അത് നല്ല ചോദിക്കാതിരിക്കുന്നതിന്. ഇത് കാലാണെന്ന് തോന്നുന്നു. സമൂസയൊക്കെ ഉണ്ട് കേട്ടാ, സമൂസ. ആ, എന്നെ ഒന്ന് നോക്കി അതേപോലെ തന്നെ ഞാൻ ഒരു റേറ്റ് ചോദിച്ചു. റേറ്റ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ആൾ പറഞ്ഞത്. അതേപോലെ അടുത്ത കടയിലോട്ട് പോയി. ആ അതെ, കക്കയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അവരുടേതായിട്ടുള്ള ജോലി തിരക്കില്ല അവർ. എന്തായാലും നമ്മളൊന്നും വാങ്ങുന്നില്ലേ, അവരെ ശല്യം ചെയ്യേണ്ട. നമുക്ക് വീഡിയോ എടുത്ത് മുന്നിലോട്ട് പോവാം. ആ, ഇവിടെ അതാണ്ട് സെൽഫി എടുക്കുന്നത് കാമുകനാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കപ്പിൾസായിട്ടാണല്ലേ വന്നാക്കുന്നത്. കാണാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെ കേട്ടോ. പൈസ ചിലവൊന്നുമില്ല. വരുന്നതിനെക്കുറിച്ച് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റേതായിട്ടുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഇവിടെ വരാനുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. ഒരു ഏജൻറ്റിൻ്റെ അടുത്തും പോകണ്ട, നേരിട്ട് നമുക്ക് ഡയറക്റ്റിങ് വരാവുന്നതേ ഉള്ളൂ. ചിലവ് വളരെ കുറവാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി. കാണാനാണെങ്കിലോ സൂപ്പർ സ്ഥലങ്ങളുമുണ്ട്. പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, തീരുന്ന സമയം അറിയത്തില്ലെന്ന് പറയാം. പടക്കം പൊട്ട് നമുക്ക് പൈസ തരും. പിന്നെ പൈസ ചിലവാക്കാത്തവർക്കാണെങ്കിൽ പ്രശ്നമില്ല, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇവിടെ കഴിഞ്ഞോ? എവിടാ ഇടത്തോട്ട് പോയതെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഷവർമ്മ ഉണ്ട് കേട്ടോ. ഇതല്ല, അപ്പുറത്താണ് കേട്ടോ ഷവർമ്മ ഉണ്ടായിരുന്നേ ഇവിടെ അല്ലേ. അത് തന്നെ ഷവർമ്മ കട. ഒരു ഷവർമ്മ, ഏറ്റവും കുറഞ്ഞ ഷവർമ്മ 59 കേട്ടോ. ഇല്ല, 49 നമ്മുടെ നാട്ടിൽ ഒരു 600 രൂപയോളം വരുമായിരിക്കും. അത് 600 രൂപയുടെ ഷവർമ്മ തന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ ഏറ്റവും കുറഞ്ഞത് അതൊക്കെ തന്നെ. ഇത് ഒരു സൈഡ് ഗേറ്റാണ്. ഇനി ബാക്കിലോട്ടോട്ട് ഗേറ്റ് കാണുന്നില്ലല്ലേ. ഇനിയും ബാക്കിലോട്ട് പോകണോ? റോഡിലോട്ട് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, കണ്ടു. ഇതാണ് ഒരു സൈഡ് ഗേറ്റ്. അവിടെ 3 പേര് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ശല്യം ചെയ്യണ്ട, നമുക്ക് ഈ സൈഡിൽ നടന്നങ്ങ് പോവാം. ഒരു കൊച്ചിനെ കളിപ്പിക്കുന്നു കണ്ടപ്പോൾ എനിക്കിത് കാണാൻ തോന്നി. ഞാനും കുറച്ച് നേരം കണ്ടിട്ടുണ്ട്. കൊച്ചിനും കളിക്കുന്നുണ്ട്, പാവം, നല്ല രസമുണ്ട് കാണാനല്ലേ. ഇവിടെ കയ്യിൽ ബിയർ ഗ്ലാസ് വന്തി അവരെന്തൊക്കെയോ സംസാരിക്കുന്നു. അവരെ ശല്യം ചെയ്യാൻ ഞാൻ നിന്നതേയില്ല. അതെ, ഒരു കാമുകൻ 2 പേരും 2 സൈഡിലോട്ട് ഫോണും പിടിച്ച് കുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സൈഡിലോട്ട് പോകുന്നില്ലെന്ന് തോന്നുന്നു. വലത്തോട്ടുകൂടെ നോക്കണോ? നോക്കിക്കളെ. അങ്ങോട്ടും പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അകത്തോട്ട് കയറാം. ഓക്കേ. ഇതിപ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വന്നിടത്തെത്തിയല്ലേ. ഇവിടെ ഫുള്ള് തുണിയുടെ സെക്ഷനാണെന്ന് തോന്നുന്നു. ഇവരെ കാരണം പോകാനും പറ്റുന്നില്ലേ. ഓക്കേ, ഇവിടെ എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവാണ് കേട്ടോ. ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുകയാണേ വില പേശി മേടിക്കണം. അവർ പറയുന്നതിൻ്റെ പകുതി പറഞ്ഞാൽ മതി, ആ പൈസയ്ക്ക് സാധനം കിട്ടുന്നതിന്.
ഇതെല്ലാം കണ്ട് കണ്ട് പോവും. അതെ, അയ്യോ ഞാൻ ഈ കാര്യം കാണാൻ മറന്നുവല്ലോ. ഇവിടെ നിന്ന് അടുത്ത് പ്രത്യേകിച്ച് കാണാൻ ഭംഗിയുള്ള ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ സാധാരണ സാധനങ്ങൾ തന്നെ. നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവായിരിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറവുമാണ് ഇവിടെ. ഇവിടെ നിന്ന് മേടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇവിടെ വലുതായിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ടും താനും. ഇവിടെ മെയിനായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും വന്ന് കണ്ട് സന്തോഷിച്ച് കുറച്ച് ദിവസം ലൈഫ് എൻജോയ് ചെയ്തിട്ട് പോവാം. കുടുക്കപ്പെട്ടിയുണ്ട്. ഓക്കെ, കുറച്ച് ലൈറ്റുകൾ, ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നിന്ന് മേടിക്കാൻ നഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി റേറ്റ് കൂടുതലാണ് നാടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങാത്തിരുന്ന ആളിന് നല്ല ബോധ്യമുണ്ടെന്ന് തോന്നുന്നു. ആളുടെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഓക്കെ, കടയിലോട്ട് നോക്കി. ക്രിസ്മസ് സോപ്പിൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മസാജ് ചെയ്യുന്ന എന്തോ ഐറ്റംസാണ്. വളരെ റേറ്റ് കുറവാണെന്ന് പറയുന്നു ഇവിടെ. ആ സൈഡിൽ നിൽക്കുന്നിടത്തോട്ടൊന്നും പോകരുത്. കൈയും പിടിച്ചുകൊണ്ട് ഓടിക്കളയവർ. കയ്യിലെ പേഴ്സ് പൈസ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ. ഓക്കെ, കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പെട്ടിയുടെ ആവശ്യം എന്തായാലും ഇല്ല. ഇവിടെയൊന്നും വലുതായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വലുതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചുങ്ങളുടെ കളിപ്പാട്ടങ്ങളുണ്ട്, കുഴപ്പമില്ല. മേടിച്ച് കൊണ്ട് പോകാൻ പറ്റിയ സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരം കളിപ്പാട്ടങ്ങൾ ഇവിടെ ഉണ്ട്. ടോയ്സ് സെക്ഷനായിട്ട് പറയാനും വേണ്ടിയൊന്നുമില്ല, എന്നാലും നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമല്ലോ, അതുപോലൊരു സ്ഥലമായിട്ട് വരാം. വില കുറച്ച് കിട്ടുന്ന കുറച്ച് കളിപ്പാട്ടങ്ങൾ. പെട്ടിയും ബാഗും തന്നെ കൂടുതലെന്ന് തോന്നുന്നു. ഞാൻ കണ്ടതിലേക്ക് ഇവിടെ പെൺപിള്ളേർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബാഗാണെന്ന് തോന്നുന്നു, ഹാൻഡ് ബാഗ്. മാലയും കാണാറില്ല, കാതിൽ കമ്മലും ഇല്ല. എല്ലാവരും എങ്ങോട്ടൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. വലത്തോട്ടൊന്നുമില്ല, ഇടത്തോട്ട് കൂടെ നോക്കട്ടെ. അങ്ങോട്ടും ഒന്നുമില്ല, സ്ട്രെയിറ്റ് തന്നെ പോവാം. നല്ല നല്ല കളറുകൾ. ചുമ്മാ കണ്ടങ്ങ് പോവാം. സമയം പോണ അറിയുന്നില്ല. എല്ലാവരും നോക്കി പോണതേ ഉള്ളൂ, ആരും ഒന്നും വാങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, ഇവിടെ നിന്ന് വാങ്ങിയ സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കയ്യിലിരിക്കുന്ന ആളുടെ വാച്ചിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ ബ്രാൻഡിൻ്റെ കോപ്പി വാച്ച് വളരെ ലളിതമായ പൈസയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ അതൊന്നും നോക്കിയില്ല. ടീഷർട്ട്സ് ഉണ്ട്. ഇത് ഹാൻഡ് മെയ്ഡ് എന്തോ പെയിൻറ്റിങ് ആണ്. അപ്പോൾ അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. സ്വന്തമായിട്ട് കയ്യിൽ പെയിൻ്റൊക്കെ വെച്ച് വിരൽ വെച്ച് പെയിൻറ്റ് പതിപ്പിച്ചുണ്ടാക്കുന്നൊരു പടമാണ്. അത്രേ എനിക്കറിയും. അതിനപ്പുറത്തോട്ടുള്ള വിവരമൊന്നും എനിക്കില്ല. ഓക്കെ, കടയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറാൻ നോക്കി. എല്ലാം കണ്ടങ്ങ് പോവാം. എല്ലാ കടകളിലും കയറാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തികയത്തില്ല ഈ വീഡിയോ ഫുള്ള് എടുത്ത് തീരാൻ. അതിനും വേണ്ടിയുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടങ്ങ് പോവാം. ഓക്കെ, കഴിയാറായില്ല. ഇനിയുണ്ടോ?
സൈഡിലോട്ട് പോകണോ? എന്തായാലും ഇവിടം വരെ വന്ന് ഇനി അതുകൂടെ കണ്ടിട്ട് അങ്ങ് പോവാം. വലത്തോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇടത് സൈഡിലൂടെ നോക്കാം, അങ്ങോട്ടാണുണ്ടോ? ഏയ്, അവിടെയും ഒന്നുമില്ല. സ്ട്രെയിറ്റ് തന്നെ പോവാം. എന്തായാലും ഇവിടം വരെ വന്ന് ഇനി കാണാതെ പോണത് ഇല്ല. എന്തായാലും നോക്കാം. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് പാവക്കുട്ടിക്ക് തലയിൽ തൊപ്പി വെച്ചേക്കുന്നു. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇവിടെ ഒന്നും വാങ്ങാനും വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ നാട്ടിൽ 10 രൂപ കിട്ടുന്ന സാധനങ്ങളല്ലേ. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഇതൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല തോന്നുന്നു. ഇവിടെയും ബ്രാൻഡിൻ്റെ കോപ്പി സാധനങ്ങൾ ഇവിടെ കിട്ടും. പൈസ വളരെ കുറവാണ്. ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടവരൊക്കെ സാധനങ്ങൾ വാങ്ങാം. മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നാണ്ടേ ഈ സൈഡിലോട്ട് പോവുകയും ചെയ്തിട്ട് ആ സൈഡിൽ ഫുള്ള് ആൾക്കാരാണ്. നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ചങ്ങ് പോവാം. അങ്ങോട്ട് 18 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം പോയാൽ മതി. ആ സൈഡിലോട്ട് നമുക്ക് നേരെ തിരിച്ച് റിട്ടേൺ പോവാം. ഓക്കെ, ഇവിടെയും ബാഗുകളേ ഉള്ളു. ഇത് ഗ്ലാസ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. റേറ്റൊന്നും ചോദിച്ചില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ടാറ്റ തന്നോട്ടെ എനിക്ക്. നടന്നിട്ടും തീരുന്നില്ലേ. ഇവിടെ ഒരുപാടുണ്ടോ? അവിടെ ഫുള്ള് വെള്ളോടി കിടക്കുകയാണ്. വെള്ളോടി കിടക്കാൻ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഒരു ഹോട്ടലാണ്. അവിടെ ബീറും കിട്ടും, ഫുഡും കിട്ടും. തങ്ങളുടെ അടിയില്ല. ഇഷ്ടം പോലെ കുടിക്കാം. കുടിക്കുന്നതിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പോലീസുകാരെ ശല്യമില്ല. റോട്ടിൽ നിന്ന് കുടിക്കാം, അവിടെ പാട്ട് പാടാം. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ കടകളൊക്കെ കണ്ട് മുന്നിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇങ്ങനെ കാണാനൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനും വേണ്ടി ഭംഗിയുള്ള സാധനങ്ങളൊന്നുമില്ല. ഈ റോഡ് എന്തായാലും ഇത്രയും ദൂരം വന്നതുകൊണ്ട് മാലകൾ കൊണ്ടൊന്നും ഉപയോഗിക്കില്ലല്ലേ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ലേ. എന്തായാലും ഫ്രണ്ടിലോട്ട് തന്നെ പോവാം. ഇങ്ങോട്ട് വന്നത് അത്ര നല്ലതായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിനും വേണ്ടി ഭംഗിയുള്ള സാധനങ്ങളൊന്നുമില്ല. നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ കൊള്ളാം. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി വരുവാണെങ്കിൽ ഓക്കെ, എന്തെങ്കിലുമൊക്കെ വാങ്ങി. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടിലോട്ട് കൊണ്ടുപോകണവർക്ക് ഓക്കെയാണ്. ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ യൂസ് ഒന്നുമില്ല. അടുത്ത ഗേറ്റ് ഞാൻ ഇവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് വരുന്ന മാറിയല്ലേ അങ്ങോട്ട് പോകാനും പറ്റൂ. കൊള്ളാം കേട്ടോ കാറ്. ഇത്രയും നേരം കണ്ടതിലേക്ക് എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. $180 ഇവിടുത്തെ. നാട്ടിൽ 2000 വരും. അതിനു വേണ്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ഞാൻ പുറത്തെത്തി. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ പുറത്തോട്ട് പോകാം. ഇവിടെ കാണാൻ അത്രയ്ക്ക് നല്ല സ്ഥലങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയാണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇതാണ് അടുത്ത ഗേറ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. നേരെ പുറത്തോട്ടിറങ്ങി നടന്ന് കോഴിനെയൊക്കെ കെട്ടി തൂക്കിയിട്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും നടന്നങ്ങോട്ട് പോവാം. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണാനും വേണ്ടി ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പോയി നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകണ്ടേ. ഓക്കെ, അടുത്ത സ്ഥലത്തും ഫുഡ്
ഫുഡ് സ്ട്രീറ്റ് തന്നെ ഇതൊക്കെ ഷോപ്പായിട്ടാണ്. അതിപ്പം എല്ലാവരുടെ കയ്യിലും ബിയർ ഗ്ലാസ് ഉണ്ട്. ബിയറും കുടിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. ചിലർക്കൊന്നും ബോധം പോലുമില്ല, എണീക്കണോ വേണ്ടതെന്ന് അറിയാൻ വരെ നിൽക്കുന്നു. ഒരു ലിക്കർ ഷോപ്പ് ഉണ്ട്, അവിടെ കയറി അകത്തൊന്ന് കയറി നോക്കാമെന്ന് വെച്ച്. കൊള്ളാം. ലിക്കറിന് ഇവിടെ വളരെ വില കുറവാണ് കേട്ടോ. അകത്തോട്ട് കയറാം എന്തായാലും. നേരെ അകത്തോട്ട് കയറി. ഇത് വെള്ളമാണ്. വൈൻ്റെ സെക്ഷനാണ് ഇതൊക്കെ. ലിക്കറുകളൊക്കെ സൈഡിലൂടെ ഉണ്ട്. വീഡിയോ എടുക്കുമായിരുന്നേ. കടയുടെ ഓണർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ വേറെ കസ്റ്റമറുണ്ട്. ഈ വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഫോട്ടോഗ്രാഫ് നോട്ട് അലൗഡാണ് പറഞ്ഞേട്ടാ. ഞാൻ അകത്ത് കയറി ഫോട്ടോ എടുത്ത് അതായിരിക്കും അവനെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒന്നും പേടിക്കാതെ ഇറങ്ങിപ്പോകേണ്ടാണോ എന്തോ പോലൊരു നോട്ടം എന്നെ നോക്കി. അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം. എന്തായാലും നമ്മളെ വീഡിയോ എടുത്തില്ലേ. വീണ്ടും ഇവിടെ ഞണ്ടാണ് കേട്ടോ. ഞണ്ടിനെ കെട്ടിയിട്ടാക്കുന്നു. കെട്ടിയിട്ട് കളഞ്ഞാണ്. ഞണ്ടിനിവിടെ വളരെ റേറ്റ് കൂടുതലാണ്. എന്തായാലും ഇപ്പം റൂമിലേക്ക് പോകാം. ഈ സൈഡിൽ കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ റൂം എത്തുമെന്ന് പറയുന്നു. അല്ല, ഞാൻ വന്ന വഴി ഇതല്ല, സൈഡിൽ കൂടെ തന്നെ അങ്ങ് പോവാം. സൈഡിലാണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ബാഗിൻ്റെ ഷോപ്പാണ്. അങ്ങോട്ടൊന്നും കേട്ട് കാര്യമില്ല. ഡ്രസ്സുണ്ട്. ഇവിടെയൊക്കെ റേറ്റ് കുറവാണ്. ഓഫറുകളുള്ള സ്ഥലമാണ്. പിന്നെ ഈ സെക്ഷനിലോട്ട് ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുവാണെങ്കിൽ ഇവിടെ വളരെ ലാഭമുള്ള സ്ഥലമാണ്. സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകാം. ഇവിടെ വന്ന് ലാസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ട് ഇവിടെ എടുത്താൽ മതി. ആദ്യമേ വന്ന് വിസിറ്റ് ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കേണ്ട. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. തിരിച്ച് കറങ്ങി ഞാൻ വീണ്ടും ഒരു സ്ട്രീറ്റിൻ്റെ അടുത്തെത്തില്ലേ. ഇനി എന്തായാലും തിരിച്ച് ഇവിടെ നിന്ന് പോവാം. ഒരുപാട് നടന്ന് ഇനി എനിക്ക് നടക്കാൻ വയ്യ. ഇവിടെ അതിനും വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ചുമ്മാ ഇവിടെ കറങ്ങാൻ. ഇത് കൊള്ളാം കേട്ടാ. സ്വന്തമായിട്ട് മുടി ഉണ്ടാക്കി കൊടുക്കുന്ന ചേച്ചി. ഓക്കെ, ഇനി എങ്ങോട്ട് പോകാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇടത്തോട്ട് പോകാം. എന്തായാലും